കേരളം ചർച്ചയാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി കേരള വിഷൻ ന്യൂസ് പോകുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നോർവേ പഠിക്കാൻ പോയതിന്റെ ചിലവ് 47 ലക്ഷം രൂപ. പക്ഷേ ഒരു ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല. നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഇതിന്റെ രേഖകൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ആ രേഖകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ അശ്വതി എട്ടി ചേരുകയാണ്. അശ്വതി, വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചൊരു യാത്രയായിരുന്നു മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും നോർവ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിടാതെ 47 ലക്ഷം രൂപ പൊടിച്ചു കളഞ്ഞിരിക്കുന്നു ഈ സർക്കാർ. അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് ഇത്രയേറെ വലിയൊരു പാഴ്ചെലവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് പങ്കുവെക്കൂ. എറണാകുളം പുതിയൂർ സ്വദേശിയായ എസ് ധനരാജിന്റെ അപേക്ഷയിൽ നോർവേ ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ള വിവരാവകാശ രേഖയിലാണ് ഈ വിഷയങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന സംഘത്തിന്റെ യൂറോപ്യൻ സന്ദർശനം. ഈ യൂറോപ്യൻ യാത്രയിൽ നോർവേയിൽ മാത്രം സന്ദർശിച്ചതിന്റെ ചെലവാണ് 47 ലക്ഷം രൂപ. ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ സംഘം അവിടെ സന്ദർശനം നടത്തിയത്. എന്നാൽ ഈ മേഖലകളിലെ സഹകരണത്തിനും അതുപോലെ തന്നെ പുതിയ പദ്ധതിക്കും നോർവേയുടെ സഹായ വാഗ്ദാനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു ധാരണാപത്രവും ഈ വിഷയത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഈ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2019 ശേഷം നോർവേ സന്ദർശിച്ചിട്ടുള്ള ഏക മുഖ്യമന്ത്രി, ഇന്ത്യൻ മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിന്റെ പിണറായി വിജയനാണ്. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് അന്ന് നോർവീജിയൻ കമ്പനി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ്, ഫിഷറീസ് മന്ത്രി ബി അബ്ദുറഹ്മാൻ, ചീഫ് സെക്രട്ടറി വി പി ജോയ്, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ കെ ആർ ജ്യോതിലാൽ, കെ